അന്നാമ്മച്ചേ, ഓ ഈയിടെ ഈ പാപ്പന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നതാടാ? പേടിക്കാനൊന്നുമില്ല. എന്നാലും നീ കാര്യം പറ. പാപ്പൻ രാത്രിയിൽ പിച്ചുമ്പയും പറയുമായിരുന്നു. ഇപ്പൊ പകലും അത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കുന്നത് നല്ലതാ. അതിന് പാപ്പൻ നിന്ന് തരുവോടാ? ചെയ്യാമേ, എന്നാ അമ്മച്ചി? നീ നമ്മുടെ സിസ്റ്ററമ്മയെ വിളിച്ചൊന്ന് ചോദിച്ചേ എന്നാ ചെയ്യേണ്ടതെന്ന്. ഓ, പാപ്പനോട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിയേ. ഇതിപ്പോ പൈലിയോട് തന്നെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ പറയേ. പാപ്പനെ നേരെ ചൊവ്വേ നോക്കണേ കുഞ്ഞെ. അത് പിന്നെ പറയണോ? നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. യാക്കോബ് ഈജിപ്തിലെ ഗോഷൽ ദേശത്ത് പാർത്തു. അവർക്കവിടെ ധാരാളം സ്വത്തുണ്ടായി. അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി. യാക്കോബ് ഈജിപ്തിൽ 17 വർഷം ജീവിച്ചു. യാക്കോബിൻ്റെ ആയുഷ്കാലം 147 വർഷമായിരുന്നു. മരണസമയമടുത്തപ്പോൾ യാക്കോബ് ജോസഫിനെ അരികിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത്. ഈജിപ്റ്റ് എൻ്റെ വാസസ്ഥലം മാത്രമാണ്. എൻ്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക. ദേവസ്യേ, അപ്പൊ എങ്ങനെ പോരുവല്ലേ? അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ജോസഫ് സത്യം ചെയ്തു. അപ്പോൾ യാക്കോബ് ശിരസ് നമിച്ചു. നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. പിരിപ്പൊക്കെ വന്നല്ലോ. വീരാനിക്ക ഒരു 3 സ്ട്രോങ് ടീതാ. ഇതിപ്പോ വലിയ കാര്യം നടത്തുന്ന പോലെയാ നാട്ടുകാരൊരിത്. വലിയ കാര്യം തന്നെ ജോപ്പ. പാപ്പന്റെ പെങ്ങന്മാരും അളിയന്മാരും മക്കളും എല്ലാം ചേർന്ന് പാപ്പനോടൊപ്പം തന്നെ പാപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ പ്രധാന അജണ്ട. പിന്നെ അച്ഛൻ പോകുന്നുണ്ടോ? അച്ഛന്റെ പോക്ക് കണ്ടില്ലേ? എന്തോ ഇപ്പൊ കിട്ടുമെന്നാ വിചാരം. ഇതിപ്പോ പാപ്പന് വേണ്ടി ആകുമ്പോ കോന്നായിപ്പള്ളി സ്വർഗമാക്കില്ലേ പുലിമുട്ടിക്കാര്. എത്രയാ സമ്പത്ത്! പുലിമുട്ടി കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി ഈപ്പനും ജോപ്പനും ഒന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല. അറിയോ വീരാനിക്ക, ചായ വേണ്ട. അതെ, തന്റെ ചായ വേണ്ട. പാടായിപ്പ വേറെ ചായ കിട്ടോ നോക്കട്ടെ. പുലിമുട്ടിൽ കുടുംബത്തിന്റെ തലവറക്കായ പാപ്പച്ചായ 100 കൊല്ലം കൂടി ജീവിച്ചിരിക്കണമെന്നാണ് ഞങ്ങളുടെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മൂത്താളിയൻ ശ്രീ ഫ്രാൻസിസ് പാപ്പന് വേണ്ടി ഈ ഇടവകയിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകുന്നതാണ്. നീ നിന്റെ അപ്പനെ ഓർക്കണം, അമ്മച്ചിയെ ഓർക്കണം, പേരിയെ ഓർക്കണം. മുരിക്കൽ പള്ളി ഇടവകാംഗമായിരുന്ന പുലിമൂട്ടിൽ കുടുംബം ഇന്ന് കോന്നായി പള്ളിയുടെ ഭാഗമാണ്. കല്ലറ കോന്നായി പള്ളിയിൽ സ്ഥാപിക്കുന്നതിനോടൊപ്പം പള്ളിക്കു വേണ്ടി ചില എളിയ കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചില പദ്ധതികൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എല്ലാ ദേവസിപ്പാപ്പന്റെ പേരിൽ അറിയപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി പള്ളി വക ഒരു അനാഥാലയം. അതിനായി 1 ഏക്കർ ഭൂമി ഞങ്ങൾ ഫ്രാൻസിസ് അന്നാമ്മ വക. രണ്ടാമതായി തെയ്യാമ പൈലി വക പുതിയ AC പാരിഷ് ഹാളും കാറ്ററിംഗ് സൗകര്യങ്ങളും. മൂന്നാമതായി മാത്യൂസ് ഏലമ്മ വക കവലയിലൊരു പുതിയ കപ്പേള. നാലാമതായി എറ്റുവിൻ കുഞ്ഞുമോൾ വക സ്വയം തൊഴിൽ പഠന കേന്ദ്രം. ഒപ്പം ഞങ്ങളുടെ ലില്ലിക്കുട്ടിയുടെയും ജോസിന്റെയും വകയായി ഈ കുടുംബക്കല്ലറയും സിമിത്തേരി നവീകരണവും.
ഇടവകയുടെ മുഖം മാറിയില്ലേ അച്ചോ? അച്ചോ ഞങ്ങളാരും ഒന്നും ചെയ്യില്ല. പറക്കണ്ട, പാപ്പൻ തീരുമാനിക്കണം. കല്ലറ നമ്മുടെ പള്ളിയിലല്ലേ, പിന്നെ എന്താ പേടിക്കാൻ? ഇത് വലിയ ചതിയായി പോയല്ലോ. കോന്നായില്ല നിന്റെ കല്ലെറിയെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിന്നെയും കാത്തോടെ നിൽക്കുന്നേ? ഞാൻ പോയേക്കുവാ. വർക്കി, എന്നാ നീ ഇതും കൂടി കേട്ടയച്ച് പോയാ മതി. ഓ ഓ ഓ. ഈ പരിപാടിയൊക്കെ കൊള്ളാം. ചാവുന്നതിന് മുമ്പ് ഒരു സെൻഡ് ഓഫ്. എല്ലാരും വ്യക്തിയോടാ മക്കളെ. പാപ്പം പറയട്ടെ, ഇന്നേ വരെ, ഈ നിമിഷം വരെ ദേവസി എന്ന നിങ്ങളുടെ ഈ പാപ്പൻ ജീവിച്ചത് അവന്റെ അപ്പനും അമ്മച്ചിയും ആഗ്രഹിച്ചതുപോലെയാ. പക്ഷേ അവര് ജീവിച്ച് മരിച്ച മണ്ണിലല്ല. എന്റെ തലമുറ ഈ മണ്ണിലല്ല ചേരേണ്ടത്. പിന്നെ ഏത് മണ്ണിലാണ്? തത്വം. ഈ ഭൂമി ആരുടെയും വാസസ്ഥലമല്ല, അല്ലേ? എടാ, നമ്മൾ ചേരേണ്ടത്... നീ എന്റെ പ്രസംഗം കേൾക്കാറില്ലേ? പാപ്പൻ നന്നായി കേൾക്കും. പഠിക്കും. ഇപ്പൊ അവർക്ക് വേണ്ടി എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? അവർക്കായി ഇവിടെ ഒരു സ്മാരകം പണിയാം. എന്താ പാപ്പ? സ്മാരകമല്ലോ, ഒരു ഇരിപ്പിടം തന്നെ പണിയണം. ഇവിടല്ല, അവരുടെ ദേശത്ത്. എന്റെ അപ്പനപ്പന്മാര് ജനിച്ച് വളർന്ന് മരിച്ച് മണ്ണടിഞ്ഞത് എവിടെയോ അവിടെ. ഇതെന്റെ വാസസ്ഥലം മാത്രമാണ്. പാപ്പൻ എന്നാ ഈ പറഞ്ഞു വരുന്നത്? പുലിമൂട്ടിൽ കുടുംബത്തിന്റെ കുടുംബക്കലർ സ്ഥാപിക്കേണ്ടത് കോന്നായിലല്ല, മുരിക്കണം. പാപ്പൻ എന്നാ വർത്താനായി പറയുന്നത്? പാപ്പൻ മരിച്ചാൽ എവിടെ അടക്കേണ്ടത്? പാപ്പന്റെ ഇടവകയിൽ, അതായത് ഇവിടെ, ഈ കോന്നായി പള്ളി സെമിത്തേരിയിൽ. അപ്പൊ ഇവിടല്ലേ കല്ലറ പണിയേണ്ടത്? അങ്ങനല്ലേ വേണ്ടത്? പാപ്പച്ചായോ, ഓരോ ഇടവകാംഗങ്ങളും ജനിക്കുകയും മരിക്കുകയും ചെയ്താൽ അതാത് ഇടവകളിൽ വെച്ച് വേണം ആ ചടങ്ങുകൾ നടക്കാൻ. അതാ എന്റെ നിയമം. എന്റെ ആഗ്രഹത്തിന് ഇടവക തടസ്സമാണെങ്കിൽ അച്ചോ എനിക്ക് ഇടവക മാറണം. ഇടവക മാറണം, ഒരു സാധാരണ ഇടവകക്കാരന്റെ ആവശ്യം. പക്ഷേ ഇവർ കോന്നായിക്കാർക്ക് പാപ്പനും കുടുംബവും അങ്ങനെയാണ്. പൊന്മുട്ടയിടുന്ന താറാവിനെ അയലത്തെ കൂട്ടിൽ പോയി മുട്ടയിടാൻ ആരെങ്കിലും സമ്മതിക്കുന്നു? അച്ഛൻ എന്നാ ഈ മിണ്ടാതിരിക്കുന്നേ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ. ചുമ്മാ തന്നെ ഇടവ മാറാൻ ഇതന്നെ. ഇടവ പാപ്പനൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതത്ര നിസ്സാര കാര്യമല്ല. കാര്യം ഇടവക മാറുക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ഒപ്പിട്ടാ മതി. പക്ഷേ പുലിമൂട്ടിൽ പോലെ ഒരു കുടുംബം കോന്നായി പള്ളിക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ചാ ഇതൊരു പണിയായി. വെറുതെ അച്ഛനെ വിളിച്ചു വരുത്തി അപമാനിക്കും. അതാണ് ശരി. ഇത്രയും കാലം പള്ളിക്ക് ടെൻഡാക്കി ഉണ്ടാക്കും പറഞ്ഞിട്ട് ഇതൊന്നും ഞങ്ങൾ നാട്ടുകാർ നോക്കിയിരിക്കത്തില്ല. ഇന്നത്തെ മീറ്റിംഗ് പിരിച്ചു വിട്ടിരിക്കുന്നു. പിന്നെ പാപ്പനോട് പോയി പറഞ്ഞേരെ ഇടവക മാറാൻ പറ്റത്തില്ലെന്ന്. ഇടവകക്കാരെ സമ്മതിക്കത്തില്ലെന്ന്. അതെന്നാ വർത്താനം വെച്ചോ പറയുന്നത്? ബേബി നിർത്ത്. ഇതേ പള്ളി പാരീഷുകാളാ. നിനക്ക് എന്നെ മറുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ ഇതേ ആ മതിലിന് പുറത്ത്. അയ്യാക്കും അത് ബാധകമാ. അതെ, നിനക്കൊക്കെ തോന്നിയത് വിളിച്ചു പറയാൻ ചന്തയല്ല, പള്ളി കമ്മിറ്റിയാ. ഇപ്പൊ പാപ്പൻ ഇടവ മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. അതിന് ജോർജിനെ എത്ര സൂക്കട. നീയൊക്കെ പാപ്പനെ നക്കിയിട്ടുണ്ടെങ്കിൽ നീ മാറണ. ജോർജ് ചെറ്റത്തരം പറയല്ലേ.
നിന്റെ അപ്പൻ കൂന ലേപ്പച്ചൻ പാപ്പന്റെ കുശിനിക്കാരനായിരുന്നു, അത് മറക്കല്ലേ. ഇടവക മാറാൻ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. അച്ഛൻ സമ്മതിച്ചിട്ട് വാചകം അടിക്കണം. അതാണ് അതാണ് മെമ്പർ എന്ന നിലയിൽ ഞാനൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കും. പാപ്പൻ ചേട്ടനെ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. നടന്നു തന്നെ തന്റെ ഒരു ആക്ഷൻ കമ്മിറ്റി ഒന്ന് പോടു കൂതറ. വാട ഇവന്മാരൊന്നും ശരിയാവില്ലെന്ന്